ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള PSCയുടെ കീഴിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റും കൺഫർമേഷൻ ഡേറ്റും ഒക്കെ നമ്മുടെ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിന്റെ കൂടെ തന്നെ നമ്മുടെ PSC അതിന് വേണ്ടിയിട്ടുള്ള സിലബസ് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വരുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്തെല്ലാമാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പ്രധാനമായിട്ട് ഈ പറഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ഈ പറയുന്ന വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. തുടങ്ങാം. അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ 31/7/2025 എന്താണ് ഗസറ്റ് ഡേറ്റ് വന്നു. 3/9/2025 ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എന്ന് പറയുന്നത്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലേക്ക് ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കായിരുന്നു അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പേ സ്കെയിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ 27,900 മുതൽ 63,700 വരെ അതിന്റെ പേ സ്കെയിൽ എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ പറയുന്ന ആലപ്പുഴ ഒഴിച്ച് ബാക്കി 14 ജില്ലകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു വേക്കൻസികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ കറക്റ്റായിട്ട് അതിന് പറയുന്നില്ല അല്ലെ. അതേപോലെ തന്നെ അതൊക്കെ നോക്കുക. ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒക്കെ ഈ പറയുന്ന എക്സാമിനേഷൻസിന്റെ ഒക്കെ ഡേറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും. ഈ പറയുന്ന 6/12/2025 അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത് അല്ലെ. പറയുന്ന ഹാൾ ടിക്കറ്റ് ഡേറ്റ് ആണെന്നുള്ളത്. എന്താ ഹാൾ ടിക്കറ്റ് നമുക്ക് ലഭിക്കുന്ന ഡേറ്റ് ആയിട്ട് 6/12 എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 20/12/2025 അല്ലെ. 20/12/2025 എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്ത സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ നോക്കുക. എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ നോക്കുക. കൺഫർമേഷൻ കൊടുക്കുന്ന അവസാന തീയതി പറയുന്നത് ഒക്ടോബർ മാസം 11 വരെയാണ്. നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും 1 മണിക്കൂർ 30 മിനിറ്റ് ആണ് ചെയ്യുന്നത് ഇതിന് സമയമായിട്ട് വരുന്നത്. സിലബസ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ വിശദമായിട്ടാണ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സിലബസ് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, അവിടെ നിന്ന് കയറിയതിനു ശേഷം ഈ പറയുന്ന നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ് സിലബസ് എല്ലാം അവിടെ ലഭ്യമാണ്. അവിടെ നിന്ന് കയറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നമ്മുടെ ഇപ്പം സിലബസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം 5 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. ഭൂമിശാസ്ത്രം 5 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. ജനതന്ത്രശാസ്ത്രം എക്കണോമിക്സ് 5 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന അല്ലെ എന്നാണ് ഇന്ത്യൻ ഭരണഘടന എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം 8 മാർക്കിന് അടുപ്പിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. കേരളവും ഭരണ സംവിധാനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം 3 മാർക്കിന് അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അതിന് മാത്രം വരുന്നുണ്ട്. അതേപോലെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം അല്ലെ ഈ പറഞ്ഞ ബയോളജിക്കകത്ത് പറഞ്ഞാൽ ഇപ്പം ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എല്ലാം പറയുന്നത് 4 മാർക്കിനുണ്ട്. ഭൗതിക ശാസ്ത്രം എന്നറിയപ്പെടുന്ന ഫിസിക്സ് ഏകദേശം 3 മാർക്കിനുണ്ട്. രസതന്ത്രം കെമിസ്ട്രി രസതന്ത്ര കെമിസ്ട്രി ഇപ്പൊ ഇതറിയാത്ത നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന രസതന്ത്രമെന്നോ അല്ലെങ്കിൽ പറയുന്ന ഭൗതിക ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന രസതന്ത്രം എന്ന് പറയുന്നത് 3 മാർക്കിന് അടുപ്പിച്ചുണ്ട്. കലാ കായികം സാഹിത്യം സംസ്കാരം ഈ പറയുന്ന ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ടല്ലോ ഈ പറയുന്ന അത് എന്താണ് കല കായിക സാഹിത്യം സംസ്കാരം എന്നീ പറയുന്നത് 4 മാർക്കിന് അടുപ്പിച്ചുണ്ട്. ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 10 മാർക്കിനും ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും അതായത് ഈ പറയുന്ന മെന്റൽ എബിലിറ്റിയും അതേപോലെ തന്നെ എന്താണ് ന്യൂമറിക്കൽ എബിലിറ്റി ആയിട്ട് പറയുന്ന മാത്തമാറ്റിക്സ് അല്ല ഏകദേശം 10 മാർക്ക് അടുപ്പിച്ചും ചെയ്യും അതിനകത്ത് വരുന്ന കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇംഗ്ലീഷിനകത്ത് ഈ പറയുന്ന 10 മാർക്ക് അടുപ്പിച്ച് ജനറൽ ഇംഗ്ലീഷും പ്രാദേശിക ഭാഷകൾ ഈ പറയുന്ന മാർക്കുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കറക്റ്റ് 5 മാർക്കിന് തന്നെ ചോദിച്ചെന്ന് വരത്തില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പൊതുവെ അതിനകത്ത് വരും. എന്നാൽ പോലും ഈ പറയുന്ന അടുപ്പിച്ച് മാർക്കിന് അടുപ്പിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ചോദ്യങ്ങൾ വരുമെന്ന് പ്രധാനമായിട്ട് ഈ പറഞ്ഞ എന്താണ് ഇപ്പൊ സിലബസ് കണ്ടാൽ മനസ്സിലാവും അല്ലേ. അതുപോലെ പ്രാദേശിക ഭാഷകളായിട്ടുള്ള നിങ്ങൾ ഓപ്റ്റ് ആയിട്ടുള്ള ഏതാണ് ഈ പറയുന്ന മലയാളമാണോ കന്നഡയാണോ തമിഴാണോ പറയുന്ന ബോർഡർ ഏരിയാസ് ഈ പറയുന്ന കേരളത്തിന്റെ ബോർഡർ ഏരിയസ് പറഞ്ഞ തമിഴ്നാടും കർണാടകയും ഉണ്ടല്ലേ. അപ്പൊ അവിടെ നിന്നൊക്കെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ ഈ പറയുന്ന പ്രാദേശിക ഭാഷ തിരഞ്ഞെടുക്കുന്നത് ഏകദേശം മലയാളമോ തമിഴോ ചിലപ്പോൾ കന്നഡയായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ 10 മാർക്കിന് അടുപ്പിച്ച് പ്രാദേശിക ഭാഷയുടെ എന്തെങ്കിലും എക്സാമിനേഷൻ ഉണ്ട്. പിന്നാണ് സ്പെഷ്യൽ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ളത് അല്ലെ. പറഞ്ഞ ഏറ്റവും കൂടുതൽ മാർക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കാണ് 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ അതിനകത്ത് ആദ്യം കൊടുത്തിട്ടുള്ളത് പറഞ്ഞ തസ്തികയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ തസ്തികയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞില്ലല്ലോ സാർ ഒന്ന് പറയണേന്ന് പറഞ്ഞ മെസ്സേജ് നമുക്ക് ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വീഡിയോ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ടോപ്പിക് എന്താണെന്നുള്ള വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും.
ഓക്കെ. അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, 90 ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ എന്ത് ചെയ്യണം, ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്താ നോക്കി കഴിഞ്ഞാൽ തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള 20 മാർക്കിന് അടുപ്പിച്ചാണ് വരുന്നത്. ഓക്കെ, ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നുള്ളതാണ് അല്ലെ. ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന തസ്തികയിൽ ഈ പറയുന്ന ആ ഒരു ഭാഗത്ത് ഫോറസ്റ്റിൽ നിന്ന് മാത്രം ഏകദേശം 6 മാർക്കും ചോദ്യമുണ്ട് അല്ലെ. നമുക്ക് ആ ഫോറസ്റ്റ് അതിന്റെ ഡെഫിനേഷൻ എന്താണ്, റോൾ എന്താണ്, ബെനിഫിറ്റ് എന്താണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓക്കെ, ഫോറസ്റ്റ് ടൈപ്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, അതായത് ഈ പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ പറയുന്ന എന്താണ് കാടുകൾ ഏതെല്ലാമാണ്, കേരളത്തിൽ പ്രധാനപ്പെട്ട കാടുകൾ ഏതെല്ലാമാണ്, ഫോറസ്റ്റിന്റെ ബയോഡൈവേഴ്സിറ്റി അല്ലെ, ഫോറസ്റ്റ് ജൈവ വൈവിധ്യം അല്ലെ, അതേപോലെ തന്നെ വെസ്റ്റേൺ ഘട്ട പശ്ചിമഘട്ടമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ നാച്ചുറൽ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ദ ഫോറസ്റ്റ് ഗ്ലോബൽ ഇന്ത്യൻ ആൻഡ് കേരള സിനോറിയോ, ഇമ്പോർട്ടന്റ് ഈവൻസ് ആൻഡ് ഡേറ്റ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ് അല്ലെ. ഈ പറഞ്ഞ എൻവയോൺമെന്റ് ഡേ ആയിരിക്കും, ഈ പറയുന്ന ഓരോ മരങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ എന്താണ് ഇതുമായിട്ട് ഈ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ. അതേപോലെ തന്നെ ഈ പറയുന്ന ഫിലോസഫി, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഫോറസ്ട്രി ആയിട്ട് വരുന്നത്, ഈ പറയുന്ന ഇന്റർനാഷണൽ യൂണിഫോം കൺസർവേഷൻ ഓഫ് നേഷൻ IUC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്നൊക്കെ വരാം. ഓക്കെ, അതുപോലെ അതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്ന് പറഞ്ഞ WWF എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച്, അതേപോലെ പറയാം മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെയൊക്കെ 6 മാർക്കിന് അടുപ്പിച്ച് ചോദ്യങ്ങൾ കാണാം. അതേപോലെ വൈൽഡ് ലൈഫ് നോക്കുകയാണെങ്കിൽ ഓക്കെ, പറയുന്ന വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നോക്കുകയാണെങ്കിൽ ഓക്കെ കാണാൻ സാധിക്കും ഡെഫിനേഷൻ ആൻഡ് വാല്യൂസ് ഓഫ് വൈൽഡ് ലൈഫ്, അതുപോലെ പറയുന്ന ത്രെറ്റ്സ് ടു വൈൽഡ് ലൈഫ്, ഈ പറയുന്ന വൈൽഡ് ലൈഫിന് ഉണ്ടാകുന്ന ത്രെറ്റുകൾ എന്തെല്ലാമാണ്, ഈ പറയുന്ന എന്താണ് അവർക്ക് ഭീഷണികൾ വരുന്ന ഏതെല്ലാമാണ്, വൈൽഡ് ലൈഫ് ട്രേഡ് എന്തെല്ലാമാണ്, അതേപോലെ സിറ്റീസ് ആൻഡ് ട്രാഫിക്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എക്സ്റ്റ്യൂ മെഷേഴ്സ്, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള അല്ലെ, ഈ പറയുന്ന കേരളത്തിൽ ഈ പറയുന്ന സംരക്ഷിത വനങ്ങൾ ഏതെല്ലാമാണ്, അത് ഈ പറയുന്ന ഇന്ത്യയിൽ ഏതെല്ലാമാണ്, കേരളത്തിൽ ഏതെല്ലാമാണ്, നാഷണൽ പാർക്കുകൾ അല്ലെ പറയുന്ന ഇരവികുളം പോലത്തെ പാർക്കുകൾ, അതേപോലെ വൈൽഡ് ലൈഫ് സാഞ്ചുറികൾ ഏതെല്ലാമാണ്. ഓക്കെ, പെരിയാറൊക്കെ വരുന്നുണ്ട്, പെരിയാറൊക്കെ പഠിച്ചുകൊണ്ട് പോകും. ഓക്കെ, അതുപോലെ കമ്മ്യൂണിറ്റി റിസർവുകൾ, അതേപോലെ ഈ പറയുന്ന കൺസർവേഷൻ റിസർവുകൾ, MAB കോൺസെപ്റ്റ് ഓഫ് ബയോസ്ഫിയർ, ത്രെറ്റഡ് ആൻഡ് എന്താണ് എൻഡമിക് സ്പീഷീസ് ഓഫ് വെസ്റ്റേൺ ഘാട്സ്, IUC ആൻഡ് റെഡ് ലിസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ റെഡ് ഡേറ്റ ബുക്കൊക്കെ ഇല്ല, അതിനകത്ത് പ്രധാനപ്പെട്ട ഇപ്പോൾ എക്സ്റ്റെൻഡ് ആവുന്ന പറയുന്ന അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഈ പറയുന്ന ജീവികൾ ഏതെല്ലാമാണ്. ഓക്കെ, ഇതെല്ലാം ഒന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അതേപോലെ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന് 5 മാർക്ക് അടുപ്പിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നോക്കിയാൽ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആക്ട്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ ഫോറസ്റ്റ് ആണ്. ഓക്കെ, അതായത് ഇന്ത്യൻ കാടുകളെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ആക്ടുകൾ ഏതെല്ലാം, ഇപ്പം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ടുകളുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 മുതൽ റിസർവ്ഡ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, വില്ലേജ് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾസ്, അതേപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടുകൾ, അതുപോലെ തന്നെ കൺസർവേഷൻ 1980s, അതിൽ ഒബ്ജക്റ്റീവുകൾ ഏതെല്ലാമാണ്, അതേപോലെ എന്താണ് ഇമ്പോർട്ടന്റ് കൺസർവേഷൻ പ്രോജക്റ്റുകൾ ഏതാണ്. നമുക്കറിയാം പ്രോജക്ട് ടൈഗർ എന്നൊക്കെ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിലൊക്കെ നമ്മൾ പറയുന്ന ജിം കോർബറ്റിലൊക്കെ അവർ നടത്തിയിട്ടില്ലായിരുന്നു അല്ലേ. അതേപോലെ പ്രോജക്ട് ടൈഗറുകൾ, എലിഫന്റ്, ഗീർ ലയണുകൾ അല്ലെ, ഏറ്റവും കൂടുതൽ ലയൺ കാണപ്പെടുന്ന ഈ പറയുന്ന ഗുജറാത്ത് ഗീർ വനങ്ങളിലൊക്കെയാണ് അല്ലെ പറയുന്ന ഗീർ ലയൺസ്, സ്നോ ലെപ്പേഡുകൾ, ഈ പറയുന്ന ടിബറ്റൻ മേഖല, ഈ പറഞ്ഞ ലഡാക്ക്, ഈ പറഞ്ഞ പ്രദേശങ്ങൾ, ഈ പറഞ്ഞ സ്നോ ലെപ്പേഡ് കാണപ്പെടുന്നില്ല, പറയുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ്, ക്രൊക്കഡൈലുകൾ, അതിന്റെ ബ്രീഡിങ്, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് 2000 ഓക്കെ, അതിനകത്ത് വരുന്ന ഏകദേശം 2 മാർക്ക് അടുപ്പിച്ചതിനകത്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 43 ഈ പറയുന്ന പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ദ ഡാമേജ് ഓഫ് ദ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഏതെല്ലാം ലാംഗ്വേജ് സെക്ഷൻ വരുന്നത്. സെക്ഷൻ 43 ബന്ധപ്പെട്ട ചോദ്യം, അതായത് ഈ പറയുന്ന കോമ്പൻസേഷൻ ഫോർ ദ ഫെയിലിയർ ഓഫ് എ പ്രൊട്ടക്റ്റഡ് ഡേറ്റ, അത് ഫെയിലിയർ ആക്കി കഴിഞ്ഞുള്ള അതിന്റെ വകുപ്പുകൾ ഏതെല്ലാമാണ്. സെക്ഷൻ 65 ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് ഏതെല്ലാമാണ്, അതിലെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുകൾ ഏതെല്ലാമാണ്. 66 സെക്ഷൻ 66B ബന്ധപ്പെട്ട് ഈ പറയുന്ന പണിഷ്മെന്റ് ഫോർ ദ ഡിസ്കോണസ്റ്റി റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. സെക്ഷൻ 66C അതായത് പണിഷ്മെന്റ് ഫോർ ദ ഐഡന്റിറ്റി തെഫ്റ്റ്. അതേപോലെ പറയുന്നത് 66D പണിഷ്മെന്റ് ഫോർ ദ ചീറ്റിംഗ് ഓഫ് ദ പേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സുകൾ ഏതെല്ലാമാണെന്നുള്ളത്. അതിൽ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി, അതുപോലെ തന്നെ ഈ പറയുന്ന സെക്ഷൻ ഫോർ പണിഷ്മെന്റ് സൈബർ ടെററിസം, അതുപോലെ സെക്ഷൻ പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ച്വാലിറ്റി എക്സ്പ്ലിറ്റ് ആക്ട് എക്സെട്ര ഇൻ ദ ഇലക്ട്രോണിക് ഫോമുകൾ, അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ മറ്റേ ഈ പറയുന്ന എന്താണ് വേണ്ടാത്ത വിധത്തിലൊക്കെ ഉപയോഗിച്ച് അതോട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനുകൾ. അതേപോലെ പറഞ്ഞ 67B 72 പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യൽ പ്രൈവസി. 77B എന്ന് പറഞ്ഞ ഒഫൻസസ് വിത്ത് 3 years ഇംപ്രിസൺമെന്റ് എന്താണ് ഈ പറയുന്ന ജയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന ചില വകുപ്പുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചുകൊണ്ട് വേണം എന്താണ് ഈ പറയുന്ന പരീക്ഷയ്ക്ക് പോകാനെന്ന് പറയുന്നു. ഓക്കെ, അപ്പം അത്തരത്തിലൊരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നതിനാണ് നിങ്ങളെങ്കിലും നമ്മുടെ ACDB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി സല്യൂട്ട് എന്ന പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, പറയുന്ന ഒരു യൂണിഫോം ജോലി നിങ്ങൾക്കറിയാൻ പറയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ പറഞ്ഞ സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒക്കെ പറയുന്ന യൂണിഫോം ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ ASLB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി സല്യൂട്ട് എന്ന് പറഞ്ഞ പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷനുകളുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ASLB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കാണിക്കുന്ന നമ്പർ ഉണ്ടല്ലോ 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന് സംശയം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ സിലബസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ അപ്പോൾ തന്നെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ASLB അക്കാഡമി ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിലബസുകൾ, നോട്ടിഫിക്കേഷൻസ്, കാര്യങ്ങൾ വൻപേർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പറയുന്ന സസ്യയോട് ബന്ധപ്പെട്ട സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് അവിടെ കയറി ഗൂഗിൾ ഫോമിൽ ലിങ്ക് കയറിയ ശേഷം നിങ്ങളുടെ ഇപ്പോൾ സജഷനോ ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഉത്തരം എന്തെയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇവ പറയുന്ന ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ തൊട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന അതിന്റെ മെയിൻ ടോപ്പിക്കുകൾ ഏതെല്ലാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കിയ ശേഷം നല്ല രീതിയിൽ പഠിക്കാം. അതിന് കൂടെ തന്നെ പറയട്ടെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും പോകരുത്. ഓക്കെ, ആദ്യമായിട്ടൊക്കെ എഴുതി തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ തന്നെ ഇത് കൂടാതെ തന്നെ ഇതിനോടൊപ്പം വരുന്ന ചില പരീക്ഷകൾ ഈ പറയുന്ന ചോദ്യ പേപ്പർ, ഈ പറയുന്ന മാത്തമാറ്റിക്സിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു കഴിഞ്ഞ ഒരു 3 വർഷത്തെങ്കിലും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്ന നല്ല രീതിയിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഓരോന്നിനും സമയം കണ്ടെത്തി നിങ്ങൾ ഒരുപാട് ഇപ്പോൾ 3-4 മാസങ്ങളുടെ മുന്നിൽ ഇന്ത്യ നിൽക്കുന്നില്ല. അനുസരിച്ച് നിങ്ങൾ സ്റ്റഡി പ്ലാൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ എക്സാം ഒന്ന് ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് കടന്ന് കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അല്ലേ. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ കുറച്ച് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എന്താണ് ഡൗട്ട് എന്തെങ്കിലും കാര്യം എന്തെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പ് അല്ലെ നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ നല്ല ദിവസം ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങളെല്ലാം ജോലി കിട്ടട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു.